തവണയും LDF-ന് കൈവിട്ടില്ല എന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നേടിക്കൊടുത്തപ്പോൾ അവിടെ കോഴിക്കോട്ട് നിന്നുള്ള സംഭാവന എടുത്തു പറയേണ്ടതായിരുന്നു എന്നതാണ്. ഇത്തവണ കോഴിക്കോട് എങ്ങനെയാണ് MS അനീഷ് കുമാർ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോടിന്റെ ചിത്രത്തിൽ കാതലായ മാറ്റമുണ്ടാകും എന്നാണോ നിരീക്ഷിക്കപ്പെടുന്നത്? ഇടതു വലതു മുന്നണികളുടെ പ്രതീക്ഷ, അതോടൊപ്പം തന്നെ NDA ഇത്തവണ ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, കോഴിക്കോടും പാലക്കാടും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലകളായി മാറുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി? പിടിക്കണമെങ്കിൽ മലബാർ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കണം എന്ന് തന്നെ UDF-ന് ഉറച്ച ബുദ്ധിമുണ്ട്. ഏതാണ്ട് 60 സീറ്റുകളാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വലിയ തോതിൽ സീറ്റുകൾ ഉള്ള ഇടങ്ങളാണ്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF സ്ഥാനാർത്ഥികൾ വിജയിച്ച ഒരു ജില്ലയാണ് കോഴിക്കോട്. പക്ഷേ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മാറ്റിവരയ്ക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. ഒരുപാട് നാളുകളായി CPM അതിന്റെ അപ്രമാദിത്വം തുടർന്നിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ കോട്ടകൊത്തളങ്ങൾ പോലും ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ള കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് കൂടി ഓർക്കണം. ഏറ്റവും ഒടുവിൽ 2001-ൽ P ശങ്കരനും ഒപ്പം A സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് 1-ൽ നിന്നും വിജയിച്ച ഇടമാണ്. അതിനുശേഷം ഒറ്റ MLA വിജയിപ്പിക്കാൻ ഇത്രയധികം മണ്ഡലങ്ങൾ ഉണ്ടായിട്ട് കോഴിക്കോട് നിന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉണ്ടാക്കിയ നേട്ടം, ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കഴിഞ്ഞു. ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഏറിയ പങ്കിലും ഏതാണ്ട് പകുതിക്കടുത്ത് ഭരിക്കുന്നത് ഇപ്പോൾ UDF ആണ്. ഇത്തരം ഘടകങ്ങളാണ് ഏറ്റവും അനുകൂലമായി കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അരയും തലയും മുറുക്കി നേരത്തെ തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. സാധാരണ വർഷങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവില്ല എന്നാണ് DCC നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരെ പൂർണ്ണമായി കളത്തിലിറക്കാനാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും അവർ നേരത്തെ തന്നെ അവരുടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക രീതിയിൽ അല്ലെങ്കിൽ പോലും MLA-മാർ അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന കാഴ്ച. ഇവർക്കൊപ്പം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചും ഏകദേശം ധാരണയായിട്ടുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കോഴിക്കോട് ജില്ലയിൽ തന്നെ ബേപ്പൂരാണ്. നിലമ്പൂരിൽ നിന്നും PV അൻവർ ഇടത് ക്യാമ്പിൽ നിന്നും വലത് ക്യാമ്പിലേക്ക് ചുവടുമാറിയ PV അൻവർ മത്സരിക്കാനായി ബേപ്പൂരിലെത്തി എന്നത് തന്നെയാണ് ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായ നിലവിലെ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനെ നേരിടാനാണ് ബേപ്പൂരിലേക്ക് അൻവർ വണ്ടി കയറിയിരിക്കുന്നത്. എന്തായാലും മാസങ്ങളായി തന്നെ അദ്ദേഹം ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അനൗദ്യോഗികമായി ആരംഭിച്ചിരുന്നു. ഒരുപക്ഷെ UDF കേരളത്തിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പോലും PV അൻവറിന്റെ സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിക്കാം. ഇടത് കോട്ടയായി അറിയപ്പെടുന്ന ഇടമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും അവിടെ ഒരു തിരികളക്കം സൃഷ്ടിക്കാൻ അൻവറിന് കഴിയുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടമുള്ള മണ്ഡലങ്ങളിലെ ഏറ്റവും തലയെടുപ്പുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ബേപ്പൂർ മാറുന്നു. തൊട്ടടുത്തുള്ള കോഴിക്കോട് നോർത്ത്, സൗത്ത് തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. നോർത്തിൽ നിലവിലെ MLA തോട്ടത്തിൽ രാധാകൃഷ്ണനെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. പ്രദീപ് കുമാറിനെ പോലെ ഏറെ ജനസമ്മതിയുള്ള 3 വട്ടം നോർത്തിൽ നിന്നും വിജയിച്ച ആളെയൊക്കെ കളത്തിലിറക്കാൻ ആലോചിച്ചെങ്കിലും സിറ്റിംഗ് MLA ആയ തോട്ടത്തിൽ രാധാകൃഷ്ണന് ഒരു തവണ കൂടി അവസരം നൽകാനാണ് പാർട്ടി തീരുമാനമെടുത്തത്. അവിടെ K ജയന്ത്, DCC സെക്രട്ടറി ആയ K ജയന്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജയന്താണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി വരിക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. BJP കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി വോട്ട് വീതം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. അവിടെ MT രമേശ് ഇത്തവണ
തവണ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. ഈ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ വെസ്റ്റ് ജില്ലക്ക് അടക്കമുള്ള കോഴിക്കോട് നോർത്തിന്റെ മേഖലകളിലാണ് BJP കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ ഉണ്ടായത്. 5-6 ഡിവിഷനുകൾ അവർ ഈ മേഖലയിൽ മാത്രം പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് നേരത്തെ ലഭിച്ച 7,000-ന്റെയും 9,000-ന്റെയും ഒക്കെ സ്ഥാനത്ത് 30,000-ത്തിലധികം വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത്. എന്തായാലും ആ വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചാൽ ഒരു ത്രികോണ പോരാട്ടം എന്ന രീതിയിലേക്ക് കോഴിക്കോട് നോർത്ത് മാറും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കോഴിക്കോട് സൗത്തിൽ മന്ത്രി ആയിരുന്ന നിലവിലെ MLA അഹമ്മദ് ദേവർകോൾ തന്നെ മത്സരരംഗത്തിറങ്ങും എന്നുറപ്പായിരിക്കുന്നു. കൊടുവള്ളിയിലെ സിറ്റിംഗ് MLA ആയ MK മുനീർ ഇത്തവണ കോഴിക്കോട് സൗത്തിലേക്ക് എത്തും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശക്തമായ മത്സരത്തിനാവും കോഴിക്കോട് സൗത്ത് സാക്ഷ്യം വഹിക്കുക. എലത്തൂരിൽ നിലവിലെ MLAയും മന്ത്രിയുമായ AK ശശീന്ദ്രന്റെ പേര് തന്നെയാണ് ഇപ്പോഴും പ്രാമുഖ്യമുള്ളത്. CPM-ന് താല്പര്യമുള്ള സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. നേരത്തെ CPM സീറ്റ് ഏറ്റെടുക്കുന്ന അടക്കമുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അത് NCPക്ക് തന്നെ വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ പാളയത്തിൽ പടയാണ് NCP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ PM സുരേഷ് ബാബു കോൺഗ്രസിൽ നിന്നും NCPയിലേക്ക് വന്ന PM സുരേഷ് ബാബു, ഒപ്പം ബുക്കം മുഹമ്മദ് എന്ന ജില്ലാ LDF കൺവീനർക്കും ഒക്കെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. അനീഷ് തുടരുക. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. എന്തായാലും തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ, അതോടൊപ്പം തന്നെ തിരക്കിട്ട നീക്കങ്ങൾ ആണ് എല്ലാ രാഷ്ട്രീയ കോണുകളിൽ നിന്നും നടക്കുന്നത്. VV അരുണാണ് വീണ്ടും ഈ ഘട്ടത്തിൽ ചേരുന്നത്. അരുൺ, ഇതാ പാർട്ടി ഓഫീസിൽ, അതായത് അരുൺ AKG സെന്ററിലാണോ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. V ശിവൻകുട്ടി അടക്കം കാണുന്നുണ്ട്. CPM സംസ്ഥാന സമിതിയും കൂടിയായ മന്ത്രി V ശിവൻകുട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിട്ട് 4 മണിക്ക് വരികയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണോ CPM-ന്റെ? തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ പൂർത്തിയാണ്. നന്നായി തന്നെ പ്രവർത്തകർ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ റെഡിയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കുമായിരിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. BJPയുടെ അക്കൗണ്ട് കൈതവണ നിയമത്തെ പൂട്ടിച്ചത് അങ്ങാണ്. ഇത്തവണയും ആ അക്കൗണ്ട് പൂട്ടത്തിന് കിടക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ വരാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. BJPയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയേക്കുകയാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷം 1 സീറ്റാണ് നഷ്ടപ്പെട്ടത്. കോവളത്ത് 13 സീറ്റും LDF ജയിച്ചു. ഇപ്രാവശ്യം ആ കോവളത്ത് നഷ്ടപ്പെട്ട സീറ്റും കൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നിയമത്തെ ഇരട്ടത്താഴിട്ട് പൂട്ടുമെന്നാണ്. ഇരട്ടത്താഴിട്ട് പൂട്ടും, ഒരു സംശയം വേണ്ട. ഈ സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരുക്കങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാനൊന്നുമില്ല. എല്ലാം ഇനി പ്രഖ്യാപനം ഒന്നും ചെയ്യാൻ പറ്റും. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ലാസ്റ്റ് ക്യാബിനറ്റ് ആയതുകൊണ്ട് 2 മണിക്കൂർ നേരം കൂടി എല്ലാം പൂർത്തീകരിച്ചു. പൂർണ്ണ വിശ്വാസം. ജില്ല പൂർണ്ണമായി സേഫാണ്. തൂത്തുവാരും. അതിന് ആ നിലയിലുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം അല്ലാതെ ഒരു ചിന്ത വേണ്ടല്ലോ. എന്തിനും വേറെ രൂപത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് എതിരായി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. പ്രകടനപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയല്ലോ. മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണമുണ്ടോ? എന്തിനും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. അതെനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ചൊരു കാര്യം. ഡൽഹിയാണ്, അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം. ഞങ്ങളല്ല എടുക്കേണ്ടത്. MP-മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നാ വരട്ടെ, നമ്മൾ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.